Hello dear students, welcome to EduPod. Yes, SQL ആണ് അല്ലേ നമ്മുടെ ലാബിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് C++ ആണ്, സെക്കൻഡ് പാർട്ട് HTML ആണ്, തേർഡ് പാർട്ട് SQL ആണ്. അപ്പോൾ SQL 4 പ്രോഗ്രാംസ് ആണ്, 4 പാർട്ടായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താടാ സ്റ്റുഡൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഒരുവിധം എല്ലാവർക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സ്റ്റുഡൻറ്റ്. എങ്ങനെ എളുപ്പത്തിൽ അത് നമുക്ക് സെറ്റാക്കാം, എന്താ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അതിന് മുമ്പേ നമ്മുടെ ഡാറ്റാബേസിലേക്ക് കയറണം അല്ലേ. സ്വാഭാവികമായിട്ടും ഒരു MySQL ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പം ഇതിൻ്റെ കേസിൽ റൂട്ട് എന്നുള്ളതാണ് പാസ്വേഡ്. അങ്ങനെ റൂട്ട് വെച്ചിട്ട് ഞാൻ കയറി. ഈ കയറിയതിൻ്റെ ശേഷം ഇതാണ് നമ്മുടെ സെക്ഷൻസ് അല്ലേ. ഈ സെക്ഷൻസിൽ എനിക്ക് MySQL ഇൻസ്റ്റാൾ ചെയ്ത് ആ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡാറ്റാബേസ് ഉണ്ടാക്കാം. എന്താ സ്റ്റെപ്പ്? ക്രിയേറ്റ് ടാബിൾ ചെയ്യുന്ന പോലെ തന്നെ ക്രിയേറ്റ് ഡാറ്റാബേസ്. ഏതെങ്കിലും ഒരു ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കാം. ഞാൻ ലാബാണ്, എജുപോർട്ടാണ്. സോ എജുപോർട്ട് എന്നുള്ള ചുമ്മാ കൊടുത്തു, സെമിക്കോളൻ. ഇതോടുകൂടെ ക്വറി ഓക്കെ എന്നുള്ള മെസ്സേജ് വന്ന് ദാറ്റ് മീൻസ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത്. ഇനി വേണ്ടത് അതിൽ എഴുതുന്ന എല്ലാ എലമെന്റ്സും ആ ഡാറ്റാബേസിന്റെ ഉള്ളിലാവണം. യൂസ് എജുപോർട്ട്സ് അവിടെ ഡാറ്റാബേസ് ചേഞ്ച്ഡ്. ഇനിയാണ് നമ്മുടെ ചിത്രം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ആ ക്വസ്റ്റ്യനിൽ വ്യക്തമായി തന്നിട്ടുണ്ട് സ്റ്റുഡൻറ് എന്നുള്ള ടേബിളാണ് വേണ്ടത്. ആ സ്റ്റുഡൻറ് എന്നുള്ള ടേബിൾ വേണ്ട സാധനങ്ങൾ അവർ തന്നിട്ടുണ്ട്. റോൾ നമ്പർ വേണം, നെയിം വേണം, ബാച്ച് വേണം, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ടോട്ടൽ വേണം. വളരെ സിമ്പിളായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. എന്താ സ്റ്റെപ്പ്? ക്രിയേറ്റ് ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ടേബിളിന്റെ പേരെന്താ കൊടുക്കേണ്ടത്? സ്റ്റുഡൻറ് എന്ന് കൊടുക്കാം. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്. ദെൻ ഒന്നെങ്കിൽ നേരെ ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഓരോന്ന് ലൈൻ ബൈ ലൈൻ എൻ്റർ ചെയ്യാം. യുവർ ചോയ്സ് ആണ്. നേരെ എഴുതിയാലും വർക്ക് ചെയ്യും. ഞാൻ ഒരു സുഖമായ നടത്തിപ്പിന് വേണ്ടി ഞാൻ ഓരോന്ന് ലൈൻ ബൈ ലൈൻ ആക്കാം. സോ ക്രിയേറ്റ് സ്റ്റുഡൻറ് ടേബിൾ എന്ന് എഴുതാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യം വേണ്ടത് എന്താ? റോൾ നമ്പർ വേണം. സോ റോൾ നമ്പർ. അതേ പേര് വേണ്ട, ക്യാപിറ്റൽ ഇട്ടാൽ പിന്നെ തുടർന്ന് അങ്ങോട്ട് ക്യാപിറ്റൽ വേണ്ടി വരും. വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് അടുപ്പിച്ചെഴുതി റോൾ നമ്പർ. റോൾ സ്പേസ് നോ, അത് പാടില്ല. സ്പേസസ് ആർ നോട്ട് അലൗഡ് ആണ്. അപ്പോൾ റോൾ നമ്പർ എന്താ തന്നത്? ഇൻറ്റീജർ ആണ്. പ്രൈമറി കീ തന്നിട്ടുണ്ട്. സോ ഇൻറ്റ് പ്രൈമറി കീ. ഇൻറ്റ് പ്രൈമറി കീ, യെസ്, പ്രൈമറി കീ ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെയിം വേണം. നെയിം അവർ തന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. നെയിം വേണം. എന്താ തന്നത്? വാർക്കാർ ഓഫ് 25 ആണ്. എന്താ വാർക്കാർ? വേരിയബിൾ മെമ്മറിയാണ് അല്ലേ. അപ്പം ഫിക്സഡ് അല്ല. നോട്ട് നൾ ആക്കണമെങ്കിൽ നോട്ട് നൾ ആക്കാം. എന്താ നോട്ട് നൾ? നോട്ട് നൾ പറഞ്ഞാൽ ചേഞ്ച് വരാൻ പാടില്ല. സോ കോമ. നെക്സ്റ്റ് വൺ ഈസ് ബാച്ച് വേണം. ബാച്ചും എന്താണ്? വാർക്കാറാണ്. ശ്രദ്ധിച്ച് ഇതാണ് അല്ലേ. തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. വാർക്കാർ ഓഫ് 15, യെസ്, അവിടെ അതും ക്ലോസ് ചെയ്തു. ഇനി മാർക്ക് 1 വേണം, മാർക്ക് 2 വേണം, മാർക്ക് 3 വേണം. M1 ഞാൻ പേര് M1 എന്ന് കൊടുത്ത് ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാർക്ക് 1 ഇൻ്റാണ്. നേരെ എഴുതാൻ വേണമെങ്കിൽ M2 ഇൻ്റാണ്, M3 ഇൻ്റാണ്. എങ്ങനെ എഴുതാം? യുവർ ചോയ്സ്. എന്നിട്ട് അടുത്ത് ഇനി എന്താ വേണ്ടത്? ടോട്ടൽ ഇൻ്റാണ്, യെസ്. കഴിഞ്ഞു. അവസാനിക്കുന്ന സമയത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, സെമിക്കോളൻ പ്ലേസ് ചെയ്യാം. തീർന്നു. ക്വറി ഓക്കെ, ടേബിളായി. ഈ ടേബിളിലേക്ക് ഇനി വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം അല്ലേ. യെസ്, വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. യെസ്, ഇതെന്താ സംഭവം? ഈ ടേബിളിന്റെ ഒരു ഔട്ട്ലൈൻ കാണാൻ വേണ്ടി. ടേബിളിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇപ്പോൾ ഉണ്ടാക്കിയ ടേബിളിന്റെ ഔട്ട്ലൈൻ ആണ്. ഫീൽഡ്, റോൾ നമ്പർ, നെയിം, ബാച്ച്, M1, M2, M3. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത കമാൻഡ് ആണ് ഡെസ്ക് സ്റ്റുഡൻറ്. എന്താടാ? ടേബിളിന്റെ ഡിസൈൻ ഡിസ്ക്രൈബ് ചെയ്യുക. ആ ടേബിളിന്റെ സ്ട്രക്ചർ തീർന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ വേണ്ടത്? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. യെസ്, എവിടെ? സോ നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത്? ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം അല്ലേ. ആ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വാല്യൂസാണ് വേണ്ടത്? ഇൻസേർട്ട് ചെയ്യണം അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ്. എത്ര വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം? 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ആ 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എക്സെപ്റ്റ് ദ കോളം ടോട്ടലാണ്. ടോട്ടൽ അല്ലാത്ത ബാക്കിയെല്ലാം ഇൻസേർട്ട് ചെയ്യണം. ടോട്ടൽ അല്ലാത്ത ബാക്കിയെല്ലാം ഇൻസേർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, യെസ്, നമ്മുടെ വാല്യൂസ് MySQL ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനുള്ള കമന്റ് ആണ് ഇൻസേർട്ട് ഇൻ ടു. ടേബിളിന്റെ പേരെന്താ? സ്റ്റുഡൻറ്.
എല്ലാ വാല്യൂസും കൊടുക്കണോ? ഇല്ല. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് വാല്യൂസ്. ആ വാല്യൂസ് അതേപോലെ പ്ലേസ് ചെയ്യാം. നമുക്ക് 5 വാല്യൂസ് ആണ് പ്ലേസ് ചെയ്യേണ്ടത്. എന്തൊക്കെ? 6 വാല്യൂസ് എക്സെപ്റ്റ് ദ റോൾ നമ്പർ പ്ലേസ് ചെയ്യണം, നെയിം പ്ലേസ് ചെയ്യണം, ബാച്ച് പ്ലേസ് ചെയ്യണം, M1 M2 M3 ടോട്ടൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ അല്ലാത്ത ബാക്കി എല്ലാ വാല്യൂസും ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ റോൾ നമ്പർ ഏതെങ്കിലും റോൾ നമ്പർ പിടിക്കാം. 101 101 എന്തെങ്കിലും പേര് കൊടുക്കാം. അജയ് കോമ. നമ്മൾ ബാച്ച് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. അവിടെ ക്വസ്റ്റ്യനിലുള്ള പ്രത്യേകത എന്താ? എന്തൊക്കെ നോക്കാം? ഇതിലിതാ കൊമേഴ്സ് ബാച്ച് വേണം. അപ്പം നിർബന്ധമായിട്ടും ഒരു കുട്ടിയുടെ വാല്യൂ എന്താവണം? കൊമേഴ്സ് വേണം. കൊമേഴ്സ് വേണം. പിന്നെന്താ? ടോട്ടൽ മാർക്ക് ലെസ് ദാൻ 90. ഇതൊക്കെ കണ്ടീഷൻസ് ആണ്. അപ്പം ആ കണ്ടീഷൻസ് പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, കണ്ടീഷൻസ് പ്ലേസ് ചെയ്യണമെങ്കിൽ എവിടെ കണ്ടീഷൻസ് പ്ലേസ് ചെയ്യണമെങ്കിൽ ഇതാടാ 101. പിന്നെന്താ? അജയ് കഴിഞ്ഞാൽ കൊമേഴ്സ് ആരം വേണം, കൊമേഴ്സ് വേണം. ദെൻ അവിടെ കൊമേഴ്സ് സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ. കൊമേഴ്സ് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത വേണ്ട എന്താ? ആ കുട്ടിക്ക് മാർക്ക് വേണം. ഇപ്പം 12 മാർക്ക്, 23 മാർക്ക്, 34 മാർക്ക്, കോമ. ഇപ്പം വാല്യൂസും കൗണ്ട് ചെയ്ത് നോക്കാം. 6 വാല്യൂസ് ആണ് കൗണ്ട് ചെയ്ത്, അല്ല 6 വാല്യൂസ് 1 2 3 4 5 6 ടോട്ടൽ 7 കോളംസ് ഉണ്ട്. അപ്പോൾ അവസാനത്തെ വാല്യൂസ് ഞാൻ പ്ലേസ് ചെയ്യുന്നില്ല. സോ നൾ. ഓക്കെ, വാല്യൂസ് എൻ്റർ ആയി. വാല്യൂസ് എൻ്റർ ചെയ്താൽ നമുക്ക് ഒരു കോളമായി 5 എണ്ണം വേണം. സോ രണ്ടാമത് വീണ്ടും അപ്പാരോ അടിക്കുമ്പോൾ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് വാല്യൂസ് ജസ്റ്റ് ചേഞ്ച് ചെയ്തിയാൽ മതി. പെട്ടെന്ന് പരിപാടി കഴിയും. 102 രാജേഷ് അല്ലെങ്കിൽ രാജു കൊമേഴ്സ് അല്ല, സയൻസ് ആണ് ആള്, സയൻസ് ആണ്. മാർക്ക് ഒരു 42 20 എന്തെങ്കിലും വാല്യൂസ് കൊടുക്കാം. 36 അവിടെ അതും തീർന്നു. യെസ്, ഇതുപോലെ ഒരു 5 വാല്യൂസ് പ്ലേസ് ചെയ്യാം. കൊമേഴ്സ് ആണ്. നമ്പർ 103 നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രീൻ ഒന്ന് വലുതാക്കാം. എന്നാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. 103 ഇതവിടെ പ്ലേസ് ചെയ്യാം. 103 എന്തെങ്കിലും പേര് എന്താ? അജയ് വന്നിട്ടുണ്ട്. പിന്നെന്താ? ഷിബിന് കൊമേഴ്സ് കുട്ടിയാണ്. കൊമേഴ്സ് കുട്ടിക്ക് നല്ല മാർക്കുള്ള കുട്ടിയാണ്. 52 ഉണ്ട്, 33 അല്ലെങ്കിൽ 43 34 മതി. റാൻഡമായിട്ട് ഒരു 4 വാല്യൂസ് പ്ലേസ് ചെയ്യാം. 103 കഴിഞ്ഞു. ദെൻ 104 നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയും പ്ലേസ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ പേര് എഴുതി. ഇപ്പോൾ അല്ലെങ്കിൽ ജസീം കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ സയൻസ് ആണ്. ജസീം സയൻസ് ആണ്. മാർക്ക് ഒരു എന്താടാ എത്ര വേണടാ? 10 കൊടുത്ത് എന്തെങ്കിലും 40 പ്ലേസ് ചെയ്ത് ഒരു 30 പ്ലേസ് ചെയ്ത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമല്ലേ. അങ്ങനെ ഒരു 5 വാല്യൂസ് പ്ലേസ് ചെയ്തു. ആ 5 വാല്യൂസ് ആയി ഇതാവാൻ പോകുന്നു. അല്ല എന്താ ഇപ്പം വിവാദമില്ലാതെ എന്തെങ്കിലും. ഇപ്പം ബാബു സയൻസ് ആണ്. ദെൻ മാർക്ക് വരുന്നത് ബാബുവിന് നല്ല മാർക്കുള്ള കുട്ടിയാണ്. 52 ദെൻ 40 29 യെസ്, ഇങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത്രയും വാല്യൂസ് എൻ്റർ ചെയ്തു. ഈ വാല്യൂസ് ഒക്കെ എൻ്റർ ചെയ്തു ഒന്ന് കാണാനുള്ള സ്റ്റെപ്പാണ് സെലക്ട് സ്റ്റാർ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ ടേബിൾ കംപ്ലീറ്റ് ഡിസ്പ്ലേ വരും. സെലക്ട് സ്റ്റാർ, സെലക്റ്റിൻ്റെ അർത്ഥം ഡിസ്പ്ലേ ചെയ്യണം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓൾ ഡിസ്പ്ലേ ഓൾ വാല്യൂസ് ആണ്. ഓൾ വാല്യൂസ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് സ്റ്റാർ. ഫ്രം സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്നും എല്ലാ വാല്യൂസും ഡിസ്പ്ലേ ചെയ്യണം. എന്താടാ തീർന്നു. ഇതാ ടേബിളായി. ഞാൻ എൻ്റർ ചെയ്ത 101 102 103 104 105 അല്ലേ? അജയ്, രാജു, ഷിബിൻ, ജസീം, ബാബു 5 വാല്യൂസും അതേപോലെ പ്ലേസ് ചെയ്യും. M1 M2 M3 എല്ലാം എവറിത്തിങ് ഓക്കെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? അപ്ഡേറ്റ് ദ കോളം ടോട്ടൽ വിത്ത് ദ സം ഓഫ് മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 3. ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ? അപ്ഡേറ്റ് ചെയ്യണം. അപ്പം അപ്ഡേറ്റ് ചെയ്യാനുള്ള കമൻ്റ് ആണ് അപ്ഡേറ്റ് സ്റ്റുഡൻറ്റിന് അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെ? സെറ്റ്. അപ്ഡേറ്റിൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് വരുന്ന കമാൻഡാണ് സെറ്റ് ചെയ്യണം. എങ്ങനെ സെറ്റ് ചെയ്യണം? കോളം ആയ ടോട്ടലിനെ M1 M2 M3 ആഡ് ചെയ്യണം. അപ്പോൾ സെറ്റ് എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ഈസ് ഈക്വൽ ടു M1 പ്ലസ് അല്ലേ, M1 പ്ലസ് M2 പ്ലസ് M3. 5 കോളം ഇതിനെ എഫക്റ്റ് ചെയ്തു.
5 കോളം എഫക്റ്റ് ചെയ്തു. ഇതാ ഇതുവരെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ടാബിളിൽ ഈ 5 വാല്യൂസ് ടോട്ടലിൽ ഒന്നുമില്ല. ആ ടോട്ടൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തു. എങ്ങനെ അപ്ഡേറ്റ് ചെയ്തു? M1ഉം M2ഉം M3ഉം 3 ആഡ് ചെയ്തിട്ട്. അപ്പോൾ അത് ഒന്ന് കാണണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്. കണ്ടോ, ഇപ്പം ടോട്ടൽ ഇവിടെ കിട്ടി. ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ പറഞ്ഞത്? എന്താ? ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ് ഇൻ കൊമേഴ്സ് ബാച്ച് കുട്ടികളെ ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ കമന്റ് യൂസ് ചെയ്യുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് ആണ്. ഇങ്ങനെ കൊടുത്താൽ സാറേ കംപ്ലീറ്റ് വരൂലേ? കംപ്ലീറ്റ് വരും. പക്ഷെ എല്ലാവരും വേണ്ട. ആര് മതി? വേർ ബാച്ച് ഈസ് ഈക്വൽ ടു കൊമേഴ്സ്. അപ്പൊ കൊമേഴ്സ് ആണ് മാത്രം ലിസ്റ്റ് ചെയ്യും. ഇതാ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കംപ്ലീറ്റ് കൊമേഴ്സ് ആണ് മാത്രം, അജയും ഷിബിനും മാത്രം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ ബാച്ച് ഈക്വൽ കൊമേഴ്സ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ടോട്ടൽ മാർക്ക്. നെയിമും വേണം, ടോട്ടൽ മാർക്കും വേണം. ഓഫ് സ്റ്റുഡന്റ് ഹു ആർ ഫെയിൽഡ് അല്ലെ, ടോട്ടൽ ലെസ് ദാൻ 90 ആവണം. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് ആണോ? വേണ്ട, നെയിമും മതി, ടോട്ടലും മതി. അപ്പൊ നെയിം കോമ ടോട്ടൽ. ആരുടേത് മാത്രം? ഫ്രം സ്റ്റുഡന്റ് ആണ്. വേർ എന്താ കണ്ടീഷൻ കൊടുക്കുക? വേർ ടോട്ടൽ. കണ്ടോ, ടോട്ടൽ എന്താവണം? ലെസ് ദാൻ 90 ആണ്. അപ്പൊ 90-ൽ കുറവുള്ള കുട്ടികളെ മാത്രം ലിസ്റ്റ് ചെയ്യും. ഒരൊറ്റ സെമിക്കോൺ ഇട്ടാൽ മതി. ദാ അജയുണ്ട്, ജസീമുണ്ട്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. സി കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എന്ത് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണോ? നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേ ദ നെയിം ഓഫ് സ്റ്റുഡന്റ് ഇൻ ആൽഫബറ്റിക് ഓർഡർ ആൻഡ് ഇൻ ബാച്ച് ബേസ്ഡ്. അപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ വേണം, നെയിം അടിസ്ഥാനത്തിലും വേണം, ബാച്ച് അടിസ്ഥാനത്തിലും വേണം. കൊടുക്കാൻ പണിയും സ്ക്രീൻ വലുതാക്കാം. എനിക്ക് വേണ്ടത് ഡിസ്പ്ലേ ചെയ്യുന്നത്, എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നാ പിടിച്ചോ, സെലക്ട് സ്റ്റാർ. സെലക്ട് നെയിമും വേണം, എന്തും വേണം, ബാച്ചും വേണം. നെയിമും ബാച്ചും വേണം. ഫ്രം സ്റ്റുഡൻ്റ് ആണ്. എങ്ങനെ വേണം? ഓർഡർ ബൈ. അസെൻഡിങ് ഓർഡറിൽ വരണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമന്റ് ആണ് ഓർഡർ ബൈ. എന്തടിസ്ഥാനത്തിൽ? നെയിമും വേണം, ബാച്ചും വേണം. അപ്പൊ ബാച്ച് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വരുന്ന സാധനം ഏതാ? ബാച്ചാണ്. അപ്പൊ ഫസ്റ്റ് ബാച്ചിന് അപ്ലൈ ചെയ്യാം. ബാച്ച് കോമ നെയിം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർഡർ ബൈയിൽ ഓട്ടോമാറ്റിക്കായി വരുന്ന സാധനമാണ് അസെൻഡിങ് ഓർഡർ ആണ്. അസ്കാണ്. അത് അസ്ക് നമ്മൾ കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും. യെസ്, ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ് എന്നുള്ള ടാബിള് ഇവിടെ പൂർണ്ണമായി. സ്റ്റുഡൻറ്റിന് 4 ക്വസ്റ്റ്യൻ ഇവിടെ പൂർണ്ണമായി. സെറ്റല്ലേ? താങ്ക് യു സോ മച്ച്.